Disclaimer. We are not SEBI registered. All videos and content shared on this channel are strictly for educational purposes only. Please consult a SEBI registered financial advisor before making any investment decisions. Trading and investing involve risk. This is not financial advice. ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും എസ് കെ ട്രേഡിംഗ് സോണിലേക്ക് സ്വാഗതം. എല്ലാ ദിവസവും നമ്മൾ ഒന്ന് രണ്ട് സ്റ്റോക്കുകളും അതുപോലെ നിഫ്റ്റി സ്മോൾ ക്യാപിന്റെ ചാർട്ടുകൾ അനലൈസ് ചെയ്യാറുണ്ട്. അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇന്ന്. അതുപോലെ നമ്മൾ നിഫ്റ്റി അതുപോലെ സ്മോൾ ക്യാപിന്റെ ചാർട്ടിലോട്ട് ആദ്യം ഒന്ന് പോവാം. അതിനുശേഷം നമുക്ക് സ്റ്റോക്കിലോട്ട് പോവാം. നിഫ്റ്റിയിലോട്ട് വന്നു കഴിഞ്ഞാൽ ഇന്നൊരു 44 പോയിന്റിന്റെ ഒരു നെഗറ്റീവ് ക്ലോസിംഗ് ആണ് നിഫ്റ്റിയിൽ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മുടെ റെസിസ്റ്റൻസ് ഒക്കെ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏകദേശം ആ റേഞ്ചിൽ നിന്ന് ചെറിയൊരു സെല്ലിംഗ് പ്രഷർ വന്നിട്ടുണ്ടായിരുന്നു. പൊതുവെ എല്ലാ റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്നും അങ്ങനെ ഒരു സെല്ലിംഗ് പ്രഷർ വരാറുണ്ട്. അങ്ങനെ വന്നതിന് ശേഷമായിരിക്കും ചിലപ്പോൾ ഈ റേഞ്ചിൽ ചിലപ്പോൾ പതുക്കെ ഒരു താഴത്തൊരു പുൾ ബാക്ക് എന്നിട്ട് ഒരു ബ്രേക്ക് ഔട്ട് തരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ആ റേഞ്ച് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ 25,150 അതുപോലെ 25,250 ആ ഒരു റേഞ്ച് നല്ലൊരു റെസിസ്റ്റൻസ് ആയിരിക്കും എന്നുള്ളത്. അപ്പോൾ അതേ റേഞ്ചിൽ നിന്ന് ആ റേഞ്ച് ഒന്ന് ബ്രേക്ക് ചെയ്തിട്ട് ഒന്ന് സസ്റ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിഫ്റ്റിയിലൊക്കെ നല്ലൊരു മൂവ്മെന്റ് കാണാൻ ശ്രമിക്കും. നിഫ്റ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ലാർജ് ക്യാപ്പ് കമ്പനികളിൽ ഒരു മൂവ്മെന്റ് കാണാൻ സാധിക്കും. അതുപോലെ നമുക്ക് സ്മോൾ ക്യാപ്പിലോട്ട് വന്നു കഴിഞ്ഞാൽ സ്മോൾ ക്യാപ്പ് എന്ന് നല്ല പെർഫോം ചെയ്തു. ഒരു 137 പോയിന്റിന്റെ ഒരു മൂവ്മെന്റ് നമുക്ക് ഉണ്ടായിരുന്നു. നിഫ്റ്റി ഇന്ന് റെഡിലാണ് ക്ലോസ് ചെയ്തത്, പക്ഷേ സ്മോൾ ക്യാപ്പ് ഇന്ന് ഗ്രീനിലാണ് ക്ലോസ് ചെയ്ത്. നമ്മൾ ഇന്നലെ പറഞ്ഞ റേഞ്ചാണ് ആ ഒരു 18,100 ആ റേഞ്ച്. ഏകദേശം നോക്കിക്കഴിഞ്ഞാൽ ഇന്ന് 18,000ന്റെ മുകളിലാണെന്ന് ക്ലോസ് ചെയ്ത്. നമ്മൾ ഒരുപാട് നാൾ പറഞ്ഞ റേഞ്ച് ആയിരുന്നു ഈ റേഞ്ച്. അപ്പോൾ അത് നമുക്ക് സ്മോൾ ക്യാപ്പിൽ നോക്കുകയാണെങ്കിൽ നമുക്കൊരു പോസിറ്റിവിറ്റി കാണാനുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ഒരുപാട് സ്മോൾ ക്യാപ്പ് സ്റ്റോക്കുകളിൽ നിന്ന് പെർഫോം ചെയ്തിട്ടുണ്ടാവും. എന്തായാലും വെയിറ്റ് ചെയ്യാം. നമുക്ക് ഈ റേഞ്ചൊക്കെ ബ്രേക്ക് നല്ല ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ചെറിയ ചെറിയ ക്യാൻഡിൽസ് ആണ് ഫോം ആവുന്നത്. വലിയൊരു ബുള്ളിഷ് ക്യാൻഡിലുകളൊന്നും നമുക്ക് സ്മോൾ ക്യാപ്പിലൊന്നും അങ്ങനെ കാണുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്കൊരു മൂവ്മെന്റ് ശരിക്കൊരു സ്ട്രെങ്ത് നമ്മുടെ മാർക്കറ്റിൽ കാണാത്തത്. നമുക്കൊരു വലിയ വലിയ ബിഗ് ക്യാൻഡിൽസ് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് വരികയാണെങ്കിൽ നമ്മുടെ സ്റ്റോക്കുകളിലും അതേ ഒരു പാറ്റേൺ നമുക്ക് കാണാൻ സാധിക്കും. ഓക്കെ, നമുക്ക് എന്തായാലും 2-3 സ്റ്റോക്കുകൾ നോക്കാം. അതിന് മുമ്പ് നമ്മൾ ഇന്നലെ ഒരു 2-3 സ്റ്റോക്കുകൾ പറഞ്ഞിരുന്നു. ആ സ്റ്റോക്കുകളുടെ ഒക്കെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ നമ്മൾ പറഞ്ഞൊരു സ്റ്റോക്ക് ആധാർ ഹൗസിംഗ് ഫിനാൻസ് പറഞ്ഞ സ്റ്റോക്കാണ്. ഈ സ്റ്റോക്ക് 2% ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ പറഞ്ഞ റേഞ്ചിന്റെ അവിടേക്ക് എത്തിയിട്ടില്ല. നമ്മൾ പറഞ്ഞത് 528 ആ റേഞ്ചിന്റെ ഒക്കെ മുകളിലാണ്. പക്ഷെ നമുക്ക് അതൊരു വെയിറ്റ് ചെയ്യണ്ട. നമ്മൾ പറയുകയാണെങ്കിൽ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എടുക്കാം. ഈ ഒരു ഹൈ ഉണ്ട്, ഈ ഒരു 522 എടുക്കുമ്പോൾ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ്. ഞാൻ പറയുന്നത് പേപ്പർ ട്രേഡിംഗ് ആണ്, ഒരു ബൈ സെൽ റെക്കമെൻഡേഷൻ അല്ല. ഫുള്ളി എഡ്യൂക്കേഷൻ പർപ്പസിനാണ് വീഡിയോ. നമ്മളത് എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ ഈ രീതിയിൽ വേണമെങ്കിൽ നമ്മൾ പേപ്പർ ട്രേഡ് ചെയ്യാനൊക്കെ ഈ രീതിയിൽ നോക്കാം. നമുക്ക് നാളത്തെ എൻട്രി ട്രിഗർ ആവുമോ നോക്കാം. നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ സ്റ്റോക്ക് അശോക് ലെയ്ലാൻഡ് ആണ്. ഈ ഒരു സ്റ്റോക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതേ റേഞ്ചിൽ തന്നെ കൺസിഡർ നമുക്കിപ്പോൾ കറന്റ് മാർക്കറ്റ് പ്രൈസിൽ വേണം നോക്കാവുന്നതാണ്. ഇപ്പോൾ ആ സ്റ്റോക്ക് ആ ഒരു ബ്രേക്ക് ഔട്ട് റേഞ്ച് നമുക്ക് ഹോൾഡ് ചെയ്യുന്നത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. ആ ഒരു ബ്രേക്ക് ഔട്ട് റേഞ്ചിന്റെ മുകളിൽ തന്നെയാണ് സസ്റ്റെയിൻ ചെയ്യുന്നത്. ഒരു സ്റ്റോക്കിന്റെ ഫോർമേഷൻ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം. ഇവിടെ നല്ലൊരു മൂവ്മെന്റ് വന്നു, പിന്നെ സ്റ്റോക്ക് താഴത്തോട്ട് വന്നു, ഇവിടുന്ന് ഒരു പുൾ ബാക്ക് തന്നു. ഇപ്പോൾ വീണ്ടും ഒരു ചെറിയൊരു പുൾ ബാക്ക് ചിലപ്പോൾ ഈ റേഞ്ച് വരും, എന്നിട്ട് വീണ്ടും ഒരു പുൾ ബാക്ക് മേലോട്ട് പോകും. അപ്പോൾ അങ്ങനെയാണ് പൊതുവെ സ്റ്റോക്കുകൾ മൂവ് ചെയ്യുക. അല്ലാണ്ട് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് ഒരു ലൈന് പോലെ ഒരിക്കലും സ്റ്റോക്കുകൾ മൂവ് ചെയ്യില്ല. അപ്പോൾ നമുക്ക് ഈ റേഞ്ചിൽ നിന്ന് ഇപ്പോൾ നമുക്ക് മേടിക്കുകയാണെങ്കിൽ നല്ല റിസ്ക് റിവാർഡ് കിട്ടാൻ സാധ്യതയുണ്ട്. ഇത് നമ്മൾ ഇന്നലെ പറഞ്ഞ അതേപോലെ തന്നെ ഫോളോ ചെയ്യാവുന്നതാണ്. പിന്നെ നമ്മൾ വേറൊരു സ്റ്റോക്കിന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സ്റ്റോക്കിന്റെ പേര് ഞാൻ ഓർമ്മയില്ല, ഞാനിതൊന്ന് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു. അത് കുഴപ്പമില്ല. വേറൊരു സ്റ്റോക്ക് ഉണ്ടായിരുന്നു. നമ്മൾ 3 സ്റ്റോക്കുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്ക് നാളത്തേക്ക് നോക്കാൻ പറ്റിയ 1-2 സ്റ്റോക്കുകൾ നോക്കാം. ആദ്യത്തെ സ്റ്റോക്ക് വിൻ കോഫി എന്ന് പറഞ്ഞ സ്റ്റോക്കാണ്. വിൻറ്റേജ് കോഫി ആൻഡ് ബീവറേജ് ലിമിറ്റഡ്. ഈ ഒരു സ്റ്റോക്ക് ഇന്നൊരു ചെറിയ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്തത്. നമുക്കിതിലേക്ക് വേണമെങ്കിൽ നമുക്കിതിന്റെ പ്ലെയിൻ ചാർട്ടാണ്. നമുക്കിതിലേക്ക് ഒരു ട്രെൻഡ് ലൈൻ അല്ല, അതിന്റെ റെസിസ്റ്റൻസും ബ്രേക്ക് ഔട്ട് റേഞ്ച് ഒക്കെ നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. നമുക്കിങ്ങനെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുകയാണല്ലേ. നല്ലൊരു ഈ റേഞ്ചിൽ നിന്ന് നല്ലൊരു ബ്രേക്ക് ഔട്ട് ഈ ഒരു സ്റ്റോക്ക് കാണില്ലേ. ഈ റേഞ്ചിൽ നിന്നാണ് ഒരു മേലോട്ട് പോയി റെസിസ്റ്റൻസ് ആയി, പക്ഷെ അധികം താഴത്തോട്ട് വരാണ്ട് തന്നെ ഇവിടെ നല്ല ബ്രേക്ക് ഔട്ട് തന്നു സ്റ്റോക്ക്. പക്ഷെ അതേ റേഞ്ചിൽ തന്നെ ഹോൾഡ് ചെയ്യുന്നുണ്ട്. നമുക്ക് കഴിഞ്ഞാൽ അറിയാം, അതേ റേഞ്ചിൽ തന്നെ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കിത് കറന്റ് മാർക്കറ്റ് പ്രൈസിൽ വേണമെങ്കിൽ കൺസിഡർ ചെയ്യാവുന്നതാണ്. നമുക്കൊരു വീക്ക്ലി ചാർട്ട് എടുക്കാം. വീക്ക്ലി എടുക്കുമ്പോൾ നമുക്ക് അധികം നോയ്സ് ഉണ്ടാവില്ല. അധികം നോയ്സ് നമുക്ക് കിട്ടില്ല. നല്ല നല്ല ക്യാൻഡിൽസ് നമുക്ക് സ്ട്രെങ്ത് ആയിട്ട് തന്നെ കണ്ടില്ല. ഒരു വീക്ക്ലി ക്യാൻഡിലൊക്കെ ഈ റേഞ്ചിൽ നിന്ന് സപ്പോർട്ട് ചെയ്തിട്ട് മേലോട്ട് കയറുന്ന പോലെയാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇതിലേക്കൊരു സ്റ്റോപ്പ് ലോസ് ആയിട്ട് ഒരു 140 സ്റ്റോപ്പ് ലോസ് വെച്ചിട്ട് നമുക്ക് എൻട്രി കറന്റ് മാർക്കറ്റ് പ്രൈസ് അല്ലെങ്കിൽ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ നാളത്തെ ഒരു ഹൈ ഈ റേഞ്ച് നമുക്ക് എൻട്രി എടുക്കാം. ടാർഗറ്റ് ആയിട്ട് നമുക്ക് ഈ റേഞ്ച് നമുക്ക് ടാർഗറ്റ് ഒരു 165 ഒക്കെ നമുക്കൊരു ടാർഗറ്റ് വെച്ചിട്ട് സ്റ്റോപ്പ് ലോസ് 142 താഴെ ക്ലോസ് ചെയ്താൽ മാത്രം എക്സിറ്റ് ചെയ്താൽ മതി. എൻട്രി നമുക്ക് 152 മുകളിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്കിൽ ഒരു എൻട്രി നമുക്ക് ഒരു പേപ്പർ ട്രേഡ് ഒക്കെ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട്
നോക്കാവുന്നതാണ്. വിൻ കോഫി എന്ന് പറഞ്ഞ ഈ ഒരു സ്റ്റോക്ക്, ഇതാണ് നമ്മൾ ആദ്യം പറയുന്ന ഒരു സ്റ്റോക്ക്. നമ്മൾ എല്ലാ ദിവസവും വീഡിയോസ് ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നമുക്ക് ടെലിഗ്രാം ചാനലുണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അതിലേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് വെക്കാവുന്നതാണ്. കാരണം നമ്മൾ ലൈവ് മാർക്കറ്റിലൊക്കെ നല്ല നല്ല ചാർട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് ഷെയർ ചെയ്യുന്നതാണ്. ഓക്കെ, രണ്ടാമത്തെ സ്റ്റോക്ക് നോക്കാം. പ്രീകോൾ ലിമിറ്റഡ് എന്ന് പറഞ്ഞൊരു സ്റ്റോക്കാണ്. ഈ സ്റ്റോക്കിൽ നിന്ന് 2% മേലൊരു മൂവ്മെന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിലേക്ക് നമുക്കൊരു എൻട്രി നമുക്ക് നോക്കുകയാണെങ്കിൽ ഇതൊരു റെസിസ്റ്റൻസ് ഏരിയയാണ് ഈ സ്റ്റോക്കിൽ. നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം ആ ഒരു റെസിസ്റ്റൻസ് ഏരിയയിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ബ്രേക്ക്ഔട്ട് നടന്നിട്ടില്ല, പക്ഷെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ചെറിയതായിട്ട് ഒരു ബ്രേക്ക്ഔട്ട് നടക്കാൻ സാധ്യതയുണ്ട്. നമുക്ക് ഇതിലേക്ക് ഒരു എൻട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ഇന്നത്തെ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇതിലേക്ക് ഒരു എൻട്രി എടുക്കാം. അതായത് 536 നമുക്ക് ഇതിലേക്ക് ഒരു എൻട്രി എടുക്കാം. സ്റ്റോപ്പ് ലോസ് ആയിട്ടൊരു 514 സ്റ്റോപ്പ് ലോസും ടാർഗറ്റ് ആയിട്ട് നമുക്കൊരു 565 ടാർഗറ്റും വെച്ചിട്ട് നമുക്ക് ഈ ഒരു സ്റ്റോക്ക് ഒരു ഷോർട്ട് ടൈമിലേക്ക് നോക്കാവുന്നതാണ്. ഈ ഒരു ടാർഗറ്റ് ഒക്കെ നമുക്കൊരു ഫസ്റ്റ് ടാർഗറ്റ് ആയിട്ട് നോക്കാം. ടാർഗറ്റ് ഹിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എക്സിറ്റ് ചെയ്യണമെന്നില്ല. ചില ആൾക്കാർക്ക് ഒരു 50% ഒക്കെ ബുക്ക് ചെയ്തിട്ട് വേണമെങ്കിൽ ബാക്കി കുറച്ചുകൂടി ഹോൾഡ് ചെയ്യാവുന്നതാണ്. അതല്ല ഫുൾ ബുക്ക് ചെയ്യണമെന്നവർക്ക് അങ്ങനെയും ചെയ്യാം. ചില രീതിയിൽ പല ടൈപ്പ് പ്രോഫിറ്റ് ബുക്കിംഗ് മെത്തേഡുകളുണ്ട്. അത് നിങ്ങൾക്ക് നിങ്ങളുടെ സൂട്ടബിൾ പോലെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ 2 സ്റ്റോക്കുകളാണ് നമ്മൾ നാളത്തെ മാർക്കറ്റിൽ നമ്മൾ വാച്ച് ചെയ്യാൻ പറയുന്ന 2 സ്റ്റോക്കുകൾ. 2 വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്തിടുക. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ള എൻട്രി ഒക്കെ കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് പേപ്പർ ട്രേഡൊക്കെ പഠിക്കാൻ ഉപകരിക്കും. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക്